ഊട്ടി ആൻഡ് വയനാട് പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു ടൂർ ഓർഗനൈസ് ചെയ്തത്, അതായത് ഈ ടൂർ ഉണ്ടാവാൻ തന്നെ കാരണം ശ്വേതേച്ചിയും രാഹുലേട്ടനുമാണ്. അപ്പോൾ അവരുടെ ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അവരുടെ എന്താ പറയുക, സാഡ് എലമെൻ്റ് എന്ന് പറയുന്നത് രാഹുലേട്ടന് ഈ ടൂറിന് വരാൻ പറ്റിയില്ല, ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ഓരോരോ ആൾക്കാർ ഓരോ സ്ഥലത്തല്ലേ. അപ്പം ഇതാണ് അതിലേറ്റവും ഹൈലൈറ്റിങ് പാർട്ട് നമ്മുടെ ടൂറിൻ്റെ. ഡാൻസാണ് മക്കളെ ഈ പരിപാടി. ഞാനെന്ത് ചെയ്യും മാത്രമല്ല കേട്ടോ, അതാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അതിലൊരു ഹൈലൈറ്റിങ് എലമെൻ്റ് എന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെപ്പോഴും ഡാൻസ് ചെയ്യുന്നതല്ലേ. ഇത് പക്ഷേ വേറൊരു മെമ്പർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഡാൻസിങ് കമ്മിറ്റിയിലേക്ക് പുതിയൊരു മെമ്പർ വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ വൈബ് വലിയച്ഛൻ. അപ്പം സുരേഷ് ഇങ്ങനെ കളിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഇതാവണം. അപ്പം നമ്മുടെ ബസ്സിൽ എല്ലാവരും ഒന്നും ഡാൻസ് കളിച്ചിട്ടാണ്, എന്നാലും ഏറ്റവും കൂടുതൽ വൈബ് ഉണ്ടായത് വലിയച്ഛൻ തന്നെയാണ്. ബിഗ് താങ്ക്സ്, അതിന് നല്ലൊരു താങ്ക് യു പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. എല്ലാവരും അവരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ ആൾക്കാരായിട്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുമ്പം ഗീതമ്മ ചിരിച്ചുകൊണ്ടാണ് പറയുക. ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു ചെറിയ വീഡിയോൻ്റെ ഒരു ചെറിയ ഭാഗത്തിൽ ഗീതമ്മ കുറച്ച് ശാന്തമായിട്ട് കണ്ടിരുന്നു. ലതമ്മ സംസാരിച്ചു. പിന്നെ ഞങ്ങളുടെ മൈക്ക് കണ്ടാലും പേടിക്കുന്ന എൻ്റെ അമ്മ കൂളായിട്ട് ഇനി അടുത്ത ടൂർ എപ്പോഴാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ബദ്രസ് പാട്ട് പാടി. ബദ്രസിന് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ എന്നെ ഞെട്ടിച്ചത് ശ്വേതേച്ചിയായിരുന്നു. ഒരു ഡോക്ടർ എന്നതിലുപരി ഒരു ഗായിക സ്റ്റേജിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് എനിക്കന്ന് മനസ്സിലായി. വടക്കെ പിന്നെ ഐശ്വര്യച്ചിൻ്റെ അമ്മ സംസാരിച്ചു. പിന്നെ ഞാനും ദീയും ബദ്രും കൂടി ഒരു കിടിലൻ ഡാൻസ് കളിച്ച് വെച്ചു. നമ്മൾ കുറേ സ്റ്റെപ്പ് തിരിച്ചു, പക്ഷേ എല്ലാവരും ബദ്രുവിനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാവരും കൂടി വേൽമുരുക ഹരഹര വെച്ചിട്ട് കുറേ തുള്ളൽ അങ്ങ് തുള്ളി. പിന്നെന്താ, പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ ഗൈസ്, ബൈ ബൈ.